തമിഴ്നാട്ടിൽ DMK CPM പോര് മുറുകുകയാണ്. പിണറായി വിജയനെ ചാരി CPM-നെതിരെ DMK മുഖപത്രത്തിൽ ലേഖനം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചടങ്ങിൽ മോദിക്കും അദാനിക്കുമൊപ്പം പിണറായി നിൽക്കുന്ന ചിത്രത്തോടൊപ്പമാണ് ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഇടത് സർക്കാരിനെ ജനം വലിച്ചെറിഞ്ഞത് എന്തുകൊണ്ട് എന്നും ചോദ്യം. പിണറായി സർക്കാരിന്റെ കാലത്തെ നവകേരള രേഖയ്ക്കും P. രാജീവിനും വിമർശനം. ആദിൽ പാലോട് വിവരങ്ങളുമായി ചേരുകയാണ്. അതിൽ DMK-യുടെ മുഖപത്രത്തിൽ ചിത്രമടക്കം വിമർശനം. ഒരു സമയത്ത് തോളോട് തോൾ ചേർന്ന് നിന്നിരുന്ന രാഷ്ട്രീയ കൂട്ടുകാർ. ഉറപ്പായും അങ്ങനെ തന്നെ കരുതണം. CPM-ഉം DMK-യും ദീർഘകാലമായി സുഹൃത്തുക്കളായിരുന്നു എന്നതാണ്. എല്ലാ കാലത്തും ഒരുമിച്ച് നിന്നിരുന്ന സ്റ്റാലിനും പിണറായിയും എന്ന് നമ്മൾ പറയുമായിരുന്നു. അതിനിപ്പോൾ പരസ്പരം പോരടിക്കുന്ന രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു. ഏറ്റവും കൗതുകകരമായ കാര്യം, ആദ്യം കോൺഗ്രസ് DMK സഖ്യം വിട്ടപ്പോൾ അതിരൂക്ഷമായ വിമർശനവും പരിഹാസവും കോൺഗ്രസിനെതിരെ ഉയർത്തിയവരാണ് CPM-കാർ. ഇപ്പോൾ CPM-ഉം DMK-യും തമ്മിൽ പോര് രൂക്ഷമാകുന്നതാണ് തമിഴ്നാട്ടിലെ കാഴ്ച. DMK-യുടെ മുഖപത്രത്തിലാണ് സമാനമായ ചില ഇപ്പോൾ പറഞ്ഞതുപോലെയുള്ള ചില പരാമർശങ്ങളും പരിഹാസവും ഉള്ളത്. തമിഴ്നാട് CPM സംസ്ഥാന സെക്രട്ടറിക്കെതിരെയാണ് മുരശലിയിൽ ലേഖന പരമ്പര വന്നിരിക്കുന്നത്. വിഴിഞ്ഞം ചടങ്ങിൽ മോദിക്കും അദാനിക്കുമൊപ്പം പിണറായി നിൽക്കുന്ന ചിത്രവുമായാണ് ലേഖനമുള്ളത്. ആ മുരശലിയിലെ ലേഖനം, ആ പേജ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിവാദമായ ചിത്രമാണ് ആ ലേഖനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിൽ ഇടതു സർക്കാരിനെ ജനം വലിച്ചെറിഞ്ഞത് എന്തുകൊണ്ട് എന്ന് ലേഖനം ചോദിക്കുകയാണ്. CPM-ന്റെ സാമ്പത്തിക നയം എന്താണ് എന്ന ചോദ്യവുമുണ്ട്. ഏതായാലും CPM-ന്റെ തമിഴ്നാട് സെക്രട്ടറി P. ഷൺമുഖവും CV ഷൺമുഖവും ഒരുപോലെയാണ്. CV ഷൺമുഖം എന്നത് AIDMK-യിൽ നിന്നും വിമതരായി TVK-യെ സപ്പോർട്ട് ചെയ്ത നേതാവാണ്, പിന്തുണച്ച നേതാവാണ്. അതുപോലെയുള്ള നിലപാടില്ലാത്ത ആളാണ് CPM സംസ്ഥാന സെക്രട്ടറി എന്നുകൂടി DMK പറയുന്നു. വലിയ പരിഹാസമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ മുരശലിയിലെ ലേഖനത്തിന് പിന്നാലെ CPM-നെ പിന്തുണച്ചുകൊണ്ട് TVK രംഗത്തെത്തിയിരിക്കുകയാണ്. TVK മന്ത്രി രാജ്മോഹന്റെ പ്രതികരണം വന്നിരിക്കുന്നത്, കരുണാനിധി ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ എഴുതാൻ സമ്മതിക്കില്ലായിരുന്നു എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ടൊരു പിന്തുണയാണ് TVK-യുടെ ഭാഗത്തു നിന്നുള്ളത്. CPM-ന്റെ കൂടി പിന്തുണ കൊണ്ടാണ് TVK ഇപ്പോൾ സർക്കാർ രൂപീകരിക്കുകയും വിജയ് മുഖ്യമന്ത്രിയായി തുടരുകയും ചെയ്തത്. DMK CPM പോരിന്റെ ആദ്യത്തെ ഒരു സ്പാർക്ക് എന്ന് പറയുന്നതും അവിടെ നിന്ന് തന്നെയാണ്. എന്തായാലും രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്.